പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിൽ. സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ച അതേയിടത്താണ് മോദിയും ധ്യാനിക്കുന്നത്. നാളെ ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങും. ഇന്നലെ വൈകിട്ടാണ് മോദി കന്യാകുമാരിയിൽ എത്തിയത്. വി അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, പ്രധാനമന്ത്രി ധ്യാനത്തിലാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ വരുന്ന മണിക്കൂറുകളിലടക്കം നാളത്തെയും അടക്കമുള്ള പരിപാടികൾ നിശ്ചയിച്ചിട്ടുള്ളത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലെത്തിയിട്ട് 24 മണിക്കൂർ പിന്നിടുന്നു. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് അദ്ദേഹം വിവേകാനന്ദ പാറയിലെത്തിയത്. ഭഗവതി അമ്മൻ ക്ഷേത്ര ദർശനത്തിന് ശേഷം അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ അവിടുത്തെ ധ്യാനത്തെ ദൃശ്യങ്ങളൊക്കെ ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക്, യൂട്യൂബ് പേജിൽ തന്നെ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം രാവിലെ സൂര്യോദയം കാണും. കന്യാകുമാരിയിലെ സൂര്യോദയം പ്രശസ്തമാണ്. സൂര്യോദയം കാണുകയും അതുപോലെ തന്നെ സൂര്യപൂജ നടത്തുകയും ചെയ്ത ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ വിവേകാനന്ദ മണ്ഡപത്തിന് ചുറ്റും, വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റും അദ്ദേഹം നടക്കുന്ന ദൃശ്യങ്ങളും കടലിന്റെ ഭംഗി ആസ്വദിക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. ഇന്നലെ 6 മണി മുതൽ ഇന്ന് 6 മണി കഴിയുമ്പോൾ 24 മണിക്കൂർ പിന്നിടും നരേന്ദ്രമോദിയുടെ വിവേകാനന്ദ പാറയിലെ ധ്യാനം. നാളെ വൈകിട്ട് 3 മണി വരെയാണ് അദ്ദേഹം ഇവിടെ ധ്യാനം നടത്തുക എന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള നിർണായകമായ ദിവസമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട 7ാം ഘട്ട വോട്ടെടുപ്പിന്റെ നിശബ്ദ പ്രചരണ ദിവസം. ആ ദിവസമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ ധ്യാനത്തിന് തെരഞ്ഞെടുത്തത്. അതിൽ വലിയ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് ബിജെപി ഇതര കക്ഷികൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷ കക്ഷികൾ, ഇന്ത്യ മുന്നണിയൊക്കെ പറയുന്നത്. അതിലെ രാഷ്ട്രീയമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. നിശബ്ദ ധ്യാനത്തിലാണെങ്കിലും വിവേകാനന്ദ പാറയിൽ നിന്നുകൊണ്ട് നരേന്ദ്രമോദി കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകുകയാണ്. ബിജെപിക്ക് കടന്നു കയറാൻ കഴിയാത്ത, അല്ലെങ്കിൽ ബിജെപി വിചാരിച്ചതുപോലെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങൾ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, കേരളവും തമിഴ്നാടും ആന്ധ്രയും തെലങ്കാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വിവേകാനന്ദ പാറയിൽ വരുമ്പോൾ സ്വാഭാവികമായും സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ, വിവേകാനന്ദനെ ദൈവതുല്യവും അതിനപ്പുറത്തേക്കുള്ള ആരാധ്യ പുരുഷനായി കാണുന്ന ബംഗാളി ജനസമൂഹം, ബംഗാളിലെ ജനമനസ്സുകളിലേക്ക് കൂടുതൽ ആഴത്തിൽ വേരുറപ്പിക്കാനുള്ള ബിജെപിയുടെ നരേന്ദ്രമോദിയുടെ ശ്രമമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയം ഇതിന് പിന്നിൽ നരേന്ദ്രമോദി പറയുമ്പോഴും സ്വാഭാവികമായും അതിന് രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ നിശബ്ദ പ്രചരണ ദിവസവും മാത്രമല്ല, നിരവധി ആളുകൾ ഇന്ന് ഈ വിവേകാനന്ദ പാറയിലേക്ക്, അത് സാധാരണക്കാരല്ല, പ്രത്യേകമായി അവിടെ നേരത്തെ തന്നെ പാസും മറ്റും നൽകി ബിജെപി നേതാക്കളോ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില ആളുകൾ, അതുപോലെ തന്നെ സന്യാസിമാർ തുടങ്ങി നിരവധി ആളുകളെ ഇന്ന് രാവിലെ മുതൽ പ്രത്യേക ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മോദിയുമായി അവർ കൂടിക്കാഴ്ച നടത്തുമോ എന്ന കാര്യമൊന്നും വ്യക്തമല്ല. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ അവിടേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും നമുക്ക് ഇന്നവിടെ കാണാനായി. ഏതായാലും നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ധ്യാനം 24 മണിക്കൂർ പിന്നിടുന്നു. വളരെ നിർണായകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യം കടന്നുപോകുമ്പോഴാണ് അദ്ദേഹം ഈ ധ്യാനം തെരഞ്ഞെടുത്ത ദിവസം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട. നാളെയാണ് അദ്ദേഹം മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ്. അതിന് തലേദിവസമാണ് അദ്ദേഹം ഇരുന്നത്. നാളെ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോഴും അദ്ദേഹം ഇവിടെ തന്നെയാകും. വൈകിട്ട് 3 മണിവരെ കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ നരേന്ദ്രമോദി ഉണ്ടാകും. അവിടെ നിന്ന് വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം തിരുവനന്തപുരത്തേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും തിരിക്കും. ഏതായാലും ഇന്ത്യൻ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലൂടെ കടന്നുപോകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ ധ്യാനം വളരെയധികം രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, നരേന്ദ്രമോദിയുടെ ഓരോ ചലനങ്ങളും, അദ്ദേഹത്തിന്റെ ധ്യാനമായാലും അദ്ദേഹത്തിന്റെ സഞ്ചാരങ്ങളായാലും ഒക്കെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം, രാഷ്ട്രീയ ചർച്ചയും നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴും അതിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഈ ഇന്നത്തെ ധ്യാനം കൊണ്ട് അത് രാഷ്ട്രീയമെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ അതുകൊണ്ട് ആർക്കാണ് ഗുണമുണ്ടാകാൻ പോകുക എന്ന് ജൂൺ 4-ന് ഉച്ചയോടുകൂടി ഏതാണ്ട് പൂർണ്ണമായി അറിയാൻ കഴിയും. ഏതായാലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതാദ്യമായി വിവേകാനന്ദ പാറ ഇത്രയധികം മണിക്കൂറുണ്ട്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമല്ല, സമീപകാലത്ത് ആർക്കും ഇത്തരത്തിൽ 2 രാപകലുകൾ ഈ വിവേകാനന്ദ പാറ ഇതുപോലെ കഴിയാൻ, ധ്യാനത്തിലെത്താൻ അത്തരം അവസരമുണ്ടായിട്ടില്ല. അത്തരം ഒരു അസുലഭ അവസരമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിലൂടെ വലിയ നേട്ടങ്ങൾ കന്യാകുമാരിക്കും വിവേകാനന്ദ പാറയ്ക്കും ഉണ്ടാകുമെന്ന് കരുതുന്നവരുണ്ട്. പ്രധാനമന്ത്രി പോകുന്ന ഇടങ്ങൾ ലക്ഷദ്വീപ് ഉൾപ്പെടെ നമ്മൾ സമീപകാലത്ത് കണ്ടതാണ്. വലിയ വാർത്താ പ്രാധാന്യം, അവിടേക്ക് വലിയ ആളുകളുടെ ഒഴുക്കൊക്കെ ഉണ്ടായി. കന്യാകുമാരി, ഇപ്പോൾ തന്നെ ഞാനുള്ളത് കന്യാകുമാരിയിലെ കോവളം എന്ന പേരുള്ള ബീച്ചിലാണ്. കോവളം തിരുവനന്തപുരത്തെ കോവളമല്ല, കന്യാകുമാരിയിലെ കോവളം ബീച്ചിലാണ് ഞാനുള്ളത്.
ഉള്ളത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ്. സൂര്യാസ്തമയം കാണാൻ ആളുകൾ ഒരുപാട് എത്തുന്ന സ്ഥലമാണ്. ഒരു സൺസെറ്റ് വ്യൂ പോയിന്റ് ആണിത്. ഇവിടെ നിരവധി ആളുകളുണ്ട്. നമുക്കറിയാം ഇത് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, ഉത്തരേന്ത്യൻ ആളുകളുണ്ട്, മലയാളികളുണ്ട്, തമിഴ്നാടിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ആളുകളുണ്ട്. എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഇടമാണ് കന്യാകുമാരി ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ. അത് ഒന്നുകൂടി പ്രശസ്തമാകാൻ പോകുന്നു നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടുകൂടി. പ്രത്യേകിച്ചും വിവേകാനന്ദ പാറയിൽ നരേന്ദ്രമോദി ഇരുന്ന ഭാഗമുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ അത് പ്രധാനമന്ത്രി വന്ന ഇടം എന്ന രീതിയിൽ ആ രീതിയിൽ പ്രശസ്തമാകും എന്നുള്ളത് ഉറപ്പാണ്. അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഭാവിയിൽ നടന്നേക്കാം. ഏതായാലും നരേന്ദ്രമോദി വരവോടുകൂടി കന്യാകുമാരി പുതിയ തലത്തിൽ പ്രശസ്തിയിലേക്കും അതുപോലെ തന്നെ ഈ ആളുകൾ വളരെയധികം കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലവുമായി മാറുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും വി അരുണാണ് കന്യാകുമാരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രിയുടെ ധ്യാനം കന്യാകുമാരിയിൽ തുടരുകയാണ് വിവേകാനന്ദ പാറയിൽ. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ തീർത്തും സ്വകാര്യമായ വ്യക്തിപരമായ കാര്യമെന്ന് പ്രധാനമന്ത്രിയും BJPയും പറയുമ്പോഴും ഇതിന് പിന്നിലെ രാഷ്ട്രീയം തന്നെയാണ് രാജ്യം ചർച്ച ചെയ്യുന്നത്.